ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എന്തായിരുന്നു? ഒരു വൃത്തം, ആ വൃത്തത്തിൻ്റെ കേന്ദ്രം ഓയാണ്. അപ്പം ഞാണിൻ്റെ നീളം കണ്ടുപിടിക്കാനാണ് പഠിച്ചത്. എ ബി എന്ന് പറയുന്ന ഒരു ഞാണുണ്ട്. എ ബി എന്ന് പറയുന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ സി ഡിഗ്രിയാണ്. എങ്കിൽ എ ബി എന്ന് പറയുന്ന ഞാണിൻ്റെ നീളം എന്തായിരുന്നു? എ ബി സമം 2 ഇൻറ്റു ആർ, 2r അല്ലേ, ഇൻറ്റു സൈൻ ഇതായിരുന്നു. ഇത് സി ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്താണ്? അതിൻ്റെ പകുതിയുടെ സൈൻ എടുക്കുക അല്ലേ. ഈ ഞാണിൻ്റെ നീളം കണക്കാക്കുന്നത് 2r എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2r സൈൻ c/2 എന്നതിനെ എഴുതാം. 2r എന്ന് പറഞ്ഞാൽ പിന്നെ r ആരമാണ്, 2r എന്ന് പറയുമ്പോൾ വ്യാസമാകും. 2 ഇൻറ്റു ആർ വ്യാസമാണ്, അല്ലെങ്കിൽ 2 ഗുണിക്കണം ആരം ഗുണിക്കണം കേന്ദ്രകോണിൻ്റെ പകുതിയുടെ സൈൻ ചെയ്താൽ ഞാണിൻ്റെ നീളം കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഇതിനെ അടിസ്ഥാനമാക്കി ത്രികോണത്തിൻ്റെ വശങ്ങൾ കണ്ടുപിടിക്കുന്നു, പിന്നെ വശങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കുന്നതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇവിടെ എ ബി സി എന്ന് പറയുന്ന ഒരു ത്രികോണമുണ്ട്. ത്രികോണത്തിൻ്റെ വശം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എ ബി സമം നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? എ ബി സമം ബി സി സമം എ സി സമം കണ്ടുപിടിക്കണം. ഇവിടെ എ ബിയും ബി സിയും ത്രികോണത്തിൻ്റെ വശങ്ങൾ ഈ വൃത്തത്തിൻ്റെ എന്താണ്? ഞാണുകളാണ്. അപ്പോൾ നമുക്ക് എ ബി സിയുടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ വശങ്ങൾ കണ്ടുപിടിക്കണം. അതിന് എ ബി സിക്ക് ഞാൻ എന്ത് വരച്ചിരിക്കുന്നു? പരിവൃത്തം വരച്ചിരിക്കുന്നു. അപ്പോൾ ഇത് വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ നമുക്ക് ഓരോ വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ബി സിയുടെ നീളം കണ്ടുപിടിക്കാം. ഇതാണ് വൃത്തകേന്ദ്രം. അപ്പം നമ്മൾ ബി സിയുടെ നീളമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഞാൻ ബി കേന്ദ്രവുമായി യോജിപ്പിച്ചു, സിയും കേന്ദ്രവുമായി യോജിപ്പിച്ചു. അപ്പം ബി സിയുടെ കേന്ദ്രകോൺ കിട്ടത്തില്ലേ? നിങ്ങളിവിടെ നോക്കിക്കേ, നമുക്ക് ഏതിൻ്റെ കേന്ദ്രകോണാണ് വേണ്ടത്? ഈ ബി സിയുടെ കേന്ദ്രകോണാണ് വേണ്ടത്. നമ്മൾ സർക്കിൾ എന്ന് പറയുന്ന വൃത്തം എന്ന് പറയുന്ന പാഠത്തിൽ നോക്കണം, പിന്നെ കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കണം. നമുക്ക് ബി സി എന്ന് പറയുന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മറുചാപത്തിലെ ഒരു ബിന്ദുവിലുള്ള കോണല്ലേ കോൺ എ. ഇത് എ ആണെങ്കിൽ, ഈ കോൺ എ തന്നെയാണെങ്കിൽ ഇതെന്തായിരിക്കും? അതിൻ്റെ ഇരട്ടിയായിരിക്കത്തില്ലേ? 2a ആയിരിക്കത്തില്ലേ? അങ്ങനല്ലേ നമ്മൾ പഠിച്ചത്? എന്താണ് മറുചാപത്തിലെ ഒരു ബിന്ദുവിലുണ്ടാക്കുന്ന കോൺ ഈ കേന്ദ്രകോണിൻ്റെ പകുതിയാണെന്നല്ലേ പഠിച്ചത്. അപ്പോൾ ഇത് ഈ ചാപത്തിൻ്റെ കേന്ദ്രകോണാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പകുതിയായിരിക്കും ഇതിൻ്റെ മറുചാപമായ ഈ റോസ് കളറിലെ ഒരു ബിന്ദുവിലുണ്ടാക്കുന്ന കോൺ. അപ്പോൾ ഇതെത്രയാണ്? 2a. നമ്മൾ പഠിച്ചല്ലോ. പിന്നെ ഇനി തൊട്ട് നമ്മൾ 2r sin c/2 എന്ന് പഠിച്ചില്ലേ? എന്തായിരുന്നു പഠിച്ചത്? ഇവിടെ കേന്ദ്രകോൺ സി ആണെന്നെങ്കിൽ ഈ ഞാണിൻ്റെ നീളം എന്തായിരിക്കും? എ ബി സമം 2r sin c/2 എന്നല്ലേ പഠിച്ചത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ബി സി സമം 2r sin 2aയുടെ പകുതി എന്താണ്? എ. അപ്പം ബി സി സമം എന്ത് കിട്ടി? 2r sin a. ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ എ സിയുടെ നീളം കണ്ടുപിടിക്കാം. അപ്പോൾ എയും സിയും കൂടി ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവിലുണ്ടാക്കുന്ന കോൺ ഏതാണ്? ബി ആണ് അല്ലേ. അപ്പോൾ എയും സിയും അല്ലേ, ഇവിടുത്തെ ഈ ചാപത്തിലെ ഒരു ബിന്ദുവിലുണ്ടാക്കുന്ന കോണാണ് അല്ലേ. ഇവിടം വരെയുള്ള ചാപത്തിലെ ഒരു ബിന്ദുവിലുണ്ടാക്കുന്ന കോണാണ് ഈ ബി. എങ്കിൽ ഇതിൻ്റെ മറുചാപമായ ഈ റോസ് കളറിൽ കാണുന്ന ചാപത്തിൽ എയും സിയും കൂടി ഉണ്ടാക്കുന്ന ഈ കോൺ എത്രയായിരിക്കും? 2b ആയിരിക്കത്തില്ലേ? ഇപ്പം നമുക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ കിട്ടിയില്ലേ? ഇത് എ സി എന്ന് പറയുന്ന ഞാണാണ്.
അതിൻ്റെ കേന്ദ്രകോൺ 2B ആണ്. അപ്പോൾ AC സമം എന്ത് വരും? നേരത്തെ നമ്മൾ 2R സൈൻ C/2 എന്നാണ് കണ്ടത്. C/2 ഇവിടെ അപ്പോൾ സിക്ക് പകരം 2B അല്ലേ, അപ്പം 2R സൈൻ B. അതേപോലെ തന്നെ ഇനി നമുക്ക് AB കണ്ടുപിടിക്കാമല്ലോ. AB സമം എന്ത് വരും? AB എന്ന് പറയുന്ന നോക്കിക്കോ, ഏതിൻ്റെ കേന്ദ്രകോണാണ്? ഇതാണ് ഈ വരയ്ക്കുന്ന വൃത്തഭാഗത്തിൻ്റെ കേന്ദ്രകോണം ഏതാണ്? ഇതാണ്. അപ്പോൾ ഈ വരയ്ക്കുന്ന ഭാഗത്തിലല്ലാതെ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ എയും ബിയും കൂടി ഉണ്ടാക്കുന്ന കോണം ഏതാണ്? ഇതല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും ഇത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇത്. ഈ കോൺ സി ആണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? 2C അല്ലേ. അപ്പം നമുക്ക് ഈ ചാപത്തിൻ്റെ കേന്ദ്രകോൺ 2C ആണ് എങ്കിൽ ഈ AB എന്ന് പറയുന്ന ഞാൻ എന്തായിരിക്കും? AB സമം 2R സൈൻ C/2 അല്ലേ. അപ്പം 2Cയുടെ പകുതി C. അതായത് നമ്മൾ പഠിച്ച എന്തായിരുന്നു? ഇങ്ങനെ ഒരു വൃത്തമുണ്ട്, ഇവിടെ ഒരു ഞാനുണ്ട്, ഇതാണ് കേന്ദ്രമെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ കേന്ദ്രകോൺ C ആണെങ്കിൽ ഈ AB എന്ന് പറയുന്ന ഞാനിൻ്റെ നീളം എന്തായിരുന്നു? 2R സൈൻ ഇത് C ആയതുകൊണ്ട് C/2, സിയുടെ പകുതി, കേന്ദ്രകോണിൻ്റെ പകുതി. അതേപോലെ ഈ BC എന്ന് പറയുന്ന ഈ ഞാനിൻ്റെ കേന്ദ്രകോൺ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ ബിയും സിയും ഈ വൃത്തഭാഗത്തിലല്ലാതെ ബിയും സിയും കൂടി അതിൻ്റെ എതിർഭാഗത്തുണ്ടാക്കുന്ന കോൺ ആംഗിൾ എ അല്ലേ. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വന്നില്ലേ, BC എന്ന് പറയുന്ന ഞാൻ കേന്ദ്രകോൺ, അതിൻ്റെ കേന്ദ്രകോൺ 2A. അപ്പോൾ 2R സൈൻ 2Aയുടെ പകുതി എന്ത് വരും? A. അപ്പം BC എന്ന് പറയുന്ന വശത്തിൻ്റെ നീളം എന്താണ്? 2R സൈൻ A. അതേപോലെ എയും സിയും കൂടി AC എന്ന് പറയുന്ന വൃത്തഭാഗം ഇതാണ്. എയും സിയും കൂടി കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ ഇതാണ്. ഇതിൻ്റെ പകുതി എവിടെ വരും? എയും സിയും കൂടി ഈ ചാപത്തിലല്ലാതെ ഇതിൻ്റെ മറുചാപത്തിൽ ഒരു ബിന്ദുവിലുണ്ടാക്കുന്ന കോൺ ഇതല്ലേ. അപ്പോൾ ഇത് B ആണെങ്കിൽ, ഈ കോൺ B ആണെങ്കിൽ ഇത് എന്ത് വരും? 2B. പിന്നെ നമ്മൾ ഇതി ചെയ്ത പോലെ തന്നെ കേന്ദ്രകോൺ, ഈ ചാപത്തിൻ്റെ കേന്ദ്രകോൺ 2B ആണ്. അപ്പം BC എന്ന് പറയുന്ന ഞാനിൻ്റെ നീളം 2R സൈൻ, ഈ വൃത്തത്തിൻ്റെ ആരം 6 ആണെങ്കിലാണ് ഇത് 2R സൈൻ ഈ കേന്ദ്രകോണിൻ്റെ പകുതി 2R സൈൻ B. ഇനി അതേപോലെ AB സമം 2R സൈൻ AB എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഈ ചാപത്തിൻ്റെ കേന്ദ്രകോണാണിത്. അപ്പോൾ എയും ബിയും കൂടി ഈ ചാപത്തിലല്ലാതെ മറുചാപത്തിൽ ഒരു ബിന്ദുവിലുണ്ടാക്കുന്ന കോൺ ഏതാണ്? C. അപ്പോൾ ഇത് 2C. അപ്പോൾ 2R സൈൻ C. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇനി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർക്കാം. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ABC ആണ് ത്രികോണമെങ്കിൽ BCയുടെ നീളം എങ്ങനെ കണ്ടുപിടിക്കാം? BC സമം എല്ലാത്തിലും 2R സൈൻ ഉണ്ട്. അപ്പോൾ ബിയിലെയും സിയിലെയും അല്ലാത്ത കോൺ A 2R സൈൻ A. AC ആകുമ്പോൾ എന്ത് വരും? 2R സൈൻ എയും സിയും അല്ല B. AB സമയം എന്ത് വരും? 2R സൈൻ C. ഇത് ഉപയോഗിച്ച് ത്രികോണത്തിൻ്റെ വശങ്ങളും നമുക്ക് കണ്ടുപിടിക്കാം, പിന്നെ വശങ്ങളുടെ അംശബന്ധവും കണ്ടുപിടിക്കാം. ഇത് ഓർത്തിരിക്കണം, ത്രികോണത്തിൻ്റെ വശങ്ങൾ കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ, ഈ ത്രികോണത്തിനൊരു പേര് കൊടുക്കാം. AB C. ഇതിൽ കോൺ A എത്രയാണ്? 65 ഡിഗ്രി. കോൺ B എത്രയാണ്? 55 ഡിഗ്രി. കോൺ C എത്രയാണ്? 60 ഡിഗ്രി. ഇതിൽ നമുക്ക് ത്രികോണത്തിൻ്റെ വശങ്ങൾ AB, BC, AC കണ്ടുപിടിക്കണം. വശങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് വൃത്തം
പരിവൃത്തം വരയ്ക്കണ്ടേ? ഇതിന് പരിവൃത്തം ഞാൻ വരച്ചു. കണ്ടോ? ഈ ത്രികോണത്തിന് പരിവൃത്തം വരച്ചു. എ ബി സി. ഇനി നമുക്ക് എളുപ്പം വശങ്ങൾ കണ്ടുപിടിക്കാമല്ലോ. ഇത് വൃത്തകേന്ദ്രം ഓയാണ്. അപ്പോൾ എന്ത് വരും? നിങ്ങൾ തന്നെ പറഞ്ഞോ. ഓരോ കേന്ദ്രകോണും എന്ത് വരും? ഞാനിത് 3നും കേന്ദ്രകോൺ വരച്ചു. ഈ കോൺ എത്രയായിരിക്കും? ഇത് ഏത് ചാപത്തിൻ്റെ കോണാണ്? ഈ ചാപത്തിൻ്റെ കോണല്ലേ? ഈ ബി സി എന്ന് പറയുന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണാണ്. അപ്പം ബിയും സിയും കൂടി അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ 65 ഡിഗ്രി ആകുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയല്ലേ ഇവിടെ വരേണ്ടത്? ഇതെത്ര വരും? 65ൻ്റെ ഇരട്ടി 130. പിന്നെ ഈ കോൺ ഏതിൻ്റെ കേന്ദ്രകോണാണ്? ഈ ചാപത്തിൻ്റെ കേന്ദ്രകോണല്ലേ? അപ്പോൾ ഇതിൻ്റെ മറുചാപത്തിൽ, അതായത് ഈ ചാപത്തിലല്ലാതെ ഇതിൻ്റെ മറുചാപത്തിൽ ബിയും സിയും കൂടി ഉണ്ടാക്കുന്ന കോൺ ഏതാണ്? ഇതല്ലേ, 60 ഡിഗ്രി. അപ്പോൾ ഇതെത്ര വരും? 120. പിന്നെ ഈ എ സി യുടെ കേന്ദ്രകോണം ഏതാണ്? ഇതാണ് അല്ലേ? ഈ ചാപത്തിലല്ലാതെ ഇതിൻ്റെ മറുചാപത്തിൽ എയും സിയും കൂടി ഉണ്ടാക്കുന്നത് 55. അപ്പോൾ അതിൻ്റെ ഇരട്ടി ഇവിടെ അല്ലേ വരുന്നത്? അപ്പോൾ 110. എല്ലാ കേന്ദ്രകോണം കിട്ടിയില്ലേ? ഇനി നമുക്ക് വശങ്ങൾ കണ്ടുപിടിക്കാമല്ലോ. പറഞ്ഞോ. ബി സി സമ എന്ത് വരും? ബി സി സമം 2r സൈൻ 130ൻ്റെ പകുതിയാണ് വേണ്ടത് അല്ലേ? കേന്ദ്രകോണിൻ്റെ പകുതി. അപ്പോൾ 2r സൈൻ 65. ഇനി എ സി സമം 2r സൈൻ 110ൻ്റെ പകുതിയാണിവിടെ. എ സി സമം 2r സൈൻ ബി 55. ഇനി നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. എ ബി സമം 2r സൈൻ ഏത് വരും? 2r സൈൻ ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ സി അല്ലേ? എ ബി സമം എ ബി അല്ല, എയും ബിയും അല്ലാത്ത കോൺ 2r സൈൻ 60. അപ്പം 3 വശങ്ങൾ നമുക്ക് കിട്ടിയില്ലേ? ഇനി വശങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എ ബി ആദ്യം എഴുതാം. 2r സൈൻ 60 അംശബന്ധം എ സി 2r സൈൻ 55 അംശബന്ധം ഈസ് ടു 2r സൈൻ 65. ഇതിനകത്ത് ഒരേപോലെ വരുന്ന 2r ഒക്കെ എന്താവും? വെട്ടിപ്പോവും. അപ്പോൾ വശങ്ങളുടെ അംശബന്ധം എന്ത് വരും? സൈൻ 60 ഈസ് ടു സൈൻ 55 ഈസ് ടു സൈൻ 65. മനസ്സിലായല്ലോ? ഇനി ഒരു പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളതാണ്, ത്രികോണത്തിൻ്റെ കോണുകൾ തന്നിട്ട് വശങ്ങൾ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും പരിവൃത്ത ആരമോ, അതായത് 6 പരിവൃത്ത ആരം, പരിവൃത്ത വ്യാസം എന്ന് പറഞ്ഞാൽ വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം, തന്നിട്ട് ത്രികോണത്തിൻ്റെ വശങ്ങൾ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പം നമുക്ക് ആരം തന്നാൽ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ബി സി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 2r സൈൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എ. എ സി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 2r സൈൻ ബി. ഇനി എ ബി ആണെങ്കിൽ 2r സൈൻ സി. ഇനി നമ്മൾ ഇത് 3ഉം 90 ഡിഗ്രിയിൽ കുറവായ കോണുകളുടെ വശങ്ങളുടെ നീളമാണ് കണ്ടുപിടിച്ചത്. ഇനി ഒരു കോൺ 90 ഡിഗ്രിയിൽ കൂടിയാലോ? ഇതുപോലെ വന്നെങ്കിലോ? ഇത് ആദ്യത്തെ കേസാണ്. 3 കോണുകളും 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ എളുപ്പത്തിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ഇതിലെ ഒരു കോൺ 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ, അതായത് ഇത് 30, ഇത് 40, ഇത് 110 ഡിഗ്രി. അപ്പം ഞാനിതിന് എന്ത് വരച്ചു? ഒരു പരിവൃത്തം വരച്ചു. അപ്പോൾ ഈ ത്രികോണത്തിന് കോൺ എ ആണ് 30, കോൺ ബി 40, കോൺ സി 110. അപ്പോൾ ആ ത്രികോണം വരച്ചു. എ ബി സി അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ബി സി എന്ന് പറയുന്ന ഇത് ഒരു ഞാണല്ലേ? ബിയും സിയും കൂടി ഈ വലിയ ചാപത്തിൽ, ബിയും സിയും കൂടി കണ്ടോ,
ഇവിടുത്തെ ഈ ചെറിയ ചാപത്തിൻ്റെ കേന്ദ്രകോണാണ് ഇത്. അപ്പോൾ ഈ വൃത്തത്തിലെ ഈ ഭാഗത്തിലല്ലാതെ ബിയും സിയും കൂടി ഈ വലിയ വൃത്തത്തിൻ്റെ റോസ് കളറിൽ കാണുന്ന വൃത്തഭാഗത്തിൻ്റെ ഏത് ബിന്ദുവിലും ഉണ്ടാക്കുന്ന കോൺ ഇതിൻ്റെ പകുതിയായിരിക്കുമല്ലോ. അപ്പോൾ ഈ ബിയും സിയും കൂടി എയിൽ ഉണ്ടാക്കുന്ന കോൺ 30 ആണെങ്കിൽ ഇതെത്ര വരും? 60 വരികയല്ലേ? 60 വരും. അതായത് ഈ ബി സിയുടെ കേന്ദ്രകോൺ അല്ലേ, ഈ ബി സിയുടെ കേന്ദ്രകോൺ 60 ആണ്. അപ്പോൾ ഈ റോസ് കളറിൽ കാണുന്ന ഏത് ബിന്ദുവിലും ബിയും സിയും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ 60ൻ്റെ പകുതി 30 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് 60 ഡിഗ്രിയാണ്. ഇനി ഇത് തന്നെ നമ്മൾ ബി ആണ് 40 എടുത്തത്, ബി സി. ബി 40 അല്ലേ, ആംഗിൾ ബി 40 എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ബിയുടെ അറ്റ എയും സിയും അല്ലേ. ഈ വൃത്തഭാഗത്തിൻ്റെ ഈ ചാപത്തിൻ്റെ കേന്ദ്രകോണാണ് ഇത് അല്ലേ. ഈ ചാപത്തിൻ്റെ കേന്ദ്രകോണാണിത്. അപ്പോൾ റോസ് കളറിലെ ഏത് പോയിന്റിലും എയും ബിയും കൂടെ ഉണ്ടാക്കുന്ന കോൺ ഈ കേന്ദ്രകോണിൻ്റെ പകുതിയല്ലേ. അപ്പോൾ ഇത് എത്ര ഡിഗ്രി വരും? 80 ഡിഗ്രി വരും ആണല്ലോ. ഇനി ഇത് അടുത്തത് എ ബി സി. അപ്പോൾ ഇവിടെ സിയുടെ സി എന്ന് പറയുന്ന ബിന്ദുവിൽ എ ബിയും കൂടി ഉണ്ടാക്കുന്ന കോൺ ഏതാണ്? 110 അല്ലേ. നോക്കിക്കോണേ, ശ്രദ്ധിച്ചോണം. ഇവിടുത്തെ ഈ എ ബി എന്ന് പറയുന്ന സി എന്ന് പറയുന്ന ബിന്ദുവിൽ ഉണ്ടാക്കുന്ന ഒരു കോണാണ് 110 ഡിഗ്രി. അപ്പോൾ ഈ വലിയ ഭാഗം കണ്ടോ, ഈ വലിയ ഭാഗത്തിൻ്റെ കേന്ദ്രകോൺ ഇതിൻ്റെ ഇരട്ടി വരത്തില്ലേ. അപ്പോൾ ഏതായിരിക്കും ഈ 110ൻ്റെ ഇരട്ടി വരുന്നത്? ഏതായിരിക്കും? ഈ റോസ് കളറിൽ കാണുന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണായ ഇതല്ലേ 110ൻ്റെ ഇരട്ടി വരുന്നത്. ഇതെത്ര വരും? 220. നിങ്ങൾക്ക് മനസ്സിലായോ? എ ബി എന്ന് പറയുന്ന ഈ കളറിൽ ഞാനിപ്പം വരച്ചിരിക്കുന്ന എയും ബിയും കൂടി വൃത്തത്തിലെ ഒരു ബിന്ദുവായ സിയിൽ ഉണ്ടാക്കുന്ന കോൺ 110 എന്ന് പറഞ്ഞാൽ ഈ റോസ് കളറിൽ കാണപ്പെടുന്ന വലിയ ചാപത്തിൻ്റെ ഇതിൻ്റെ കേന്ദ്രം ഇവിടെയാണ്. ഈ വലിയ ചാപത്തിൻ്റെ കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ ഇതല്ലേ വരുന്നത്. ഇതെത്ര വരും? 180ൽ കൂടും. അതാണ് ഇങ്ങനെ വരുന്നത്, 220 ആണല്ലോ. അപ്പം അപ്പോൾ ഈ കോണാണ് 220 ഡിഗ്രി. നമുക്ക് ഇവിടെ ഏതിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്? എ ബിയുടെ നീളം. ഇവിടെ നോക്കിക്കോ, നമ്മൾ എ ബി സി എന്ന ത്രികോണം വരച്ചു. അപ്പം ബി സിയുടെ കേന്ദ്രകോൺ നമുക്ക് 60 എന്ന് കിട്ടി. അപ്പം ബി സി എന്ന് പറയുന്ന വശം നമുക്ക് കണ്ടുപിടിച്ചൂടെ? ബി സി സമം 2r sin 30 അല്ലേ. ഇനി ഇവിടെ എ സി സമം എന്ത് വരും? എ സിയുടെ കേന്ദ്രകോൺ 80 എന്ന് കിട്ടി. അപ്പോൾ എന്ത് വരും? എ സി സമം 2r sin 40. ഇവിടെയാണ് സിയുടെ കേന്ദ്രകോണാണ് 110 അല്ല സോറി ആംഗിൾ എ സി ആണ് 110 വന്നത്. അപ്പോൾ ഇത് ഈ കളറിലെ ഈ ചാപത്തിലെ ഒരു ബിന്ദുവിലുണ്ടാക്കുന്ന കോണാണ്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ കേന്ദ്രകോൺ ഇതിൻ്റെ ഇരട്ടി വരും അല്ലേ. എ ബി എന്ന് പറയുന്ന ചാപം എ ബി എന്ന് പറയുന്ന സി എന്ന ബിന്ദുവിലുണ്ടാക്കുന്ന കോൺ 110 ഡിഗ്രിയാണ്. അപ്പം വൃത്തത്തിൻ്റെ മറുചാപത്തിൻ്റെ കേന്ദ്രകോൺ 220 എന്ന് പറഞ്ഞാൽ ഇതല്ലേ വരുന്നത്? 220. നമുക്ക് ഏതിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്? എ ബിയുടെ നീളമല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ കോണാണോ നമുക്ക് വേണ്ടത്? അല്ലല്ലോ. ഏത് കോണാണ് നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ട കോൺ ഏതാണ്? ഇതല്ലേ. അപ്പോൾ എത്ര വരും? മൊത്തം 360 അല്ലേ. അപ്പോൾ 360ൽ നിന്ന് 220 കുറയ്ക്കുക. 0 2 4 140. അപ്പോൾ ഇതാണ് എ ബി എന്ന് പറയുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? എ ബി എന്ന് പറയുന്ന ഇതാണ്. ഇവിടെയാണ് എ ബി എന്ന് പറയുന്ന അപ്പോൾ ഈ അകത്തെ കേന്ദ്രകോൺ എത്ര വരും? 140. അപ്പോൾ
ഈ എയും ബിയും കൂടി ഇവിടെ ഉണ്ടാക്കുന്ന ഒരു കോൺ എത്രയാണ്? 70. അപ്പോൾ നമുക്ക് ഈ എ ബിയുടെ നീളമല്ലേ കിട്ടേണ്ടത്. അപ്പോൾ എ ബി സമ എന്ത് വരും? നമുക്ക് ഈ എ ബി എന്ന് പറയുന്ന ഞാണിൻ്റെ നീളമാണ് കിട്ടേണ്ടത്. അപ്പോൾ എ ബി സമം 2r സൈൻ, ഇത് 140 അല്ലേ, അകത്തെ കോൺ 140 അല്ലേ, അപ്പോൾ അതിൻ്റെ പകുതി എത്ര വരും? 2r സൈൻ 70. പറഞ്ഞാൽ മനസ്സിലായോ? എ ബി എന്ന് പറയുന്ന ഞാൻ സിയിലുണ്ടാക്കുന്ന ആംഗിൾ എ സി ബി 110 ഡിഗ്രിയാണ്. അതായത് ഈ കളറിൽ കാണുന്ന ചാപത്തിൻ്റെ കാപ്പി കളർ നിറത്തിൽ കാണുന്ന ചാപത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ 110 അപ്പോൾ ഈ റോസ് കളറിലെ ചാപത്തിൻ്റെ കേന്ദ്രകോൺ 110ൻ്റെ ഇരട്ടി വരും. അതായത് എയും ബിയും കൂടി ഈ റോസ് കളറിലെ ചാപം. അപ്പോൾ അതിൻ്റെ എത്രയാണ്? 220. നമുക്ക് ഏത് ഞാണിൻ്റെ നീളമാണ് വേണ്ടത്? ഈ കാണുന്ന ഞാണിൻ്റെ നീളമല്ലേ വേണ്ടത്. അപ്പം നമുക്ക് ഈ കേന്ദ്രകോണാണോ, ഇവിടുത്തെ കേന്ദ്രകോണാണോ കിട്ടേണ്ടത്? അല്ല. അപ്പോൾ അകത്തെ കേന്ദ്രകോൺ എന്ത് വരും? 360 നിന്ന് 220 കുറച്ച് 140. ഇനി നമുക്ക് അകത്തെ കിട്ടിയില്ലേ, ഇനി നമുക്ക് എ ബിയുടെ നീളം കണ്ടുപിടിക്കാം. 2r സൈൻ 140ൻ്റെ പകുതി 70. മനസ്സിലായ? അപ്പം നമ്മൾ ഇത് മാത്രം ഓർത്താൽ മതി. 90 ഡിഗ്രിയിൽ നിങ്ങൾ ഈ പടമൊന്നും വരയ്ക്കേണ്ട, അത് കാര്യം മനസ്സിലാക്കാൻ പറഞ്ഞു തന്നാണ്. 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 2r സൈൻ, അതിൻ്റെ അനുപൂരക കോണ് കണ്ടുപിടിച്ചാൽ മതി. 180 മൈനസ് 110 ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 2r സൈൻ 70. ഈ പടം ഒന്നും വരയ്ക്കണ്ട. ഒരു കോൺ 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ അനുപൂരക കോൺ, അതായത് 180ൽ നിന്ന് 110 കുറച്ച് ആ സൈനിൻ്റെ വില കണ്ടുപിടിച്ചാൽ മതി. അത് എങ്ങനെയാണ് അത് വന്നതെന്ന് മനസ്സിലായല്ലോ. ഈ 110 എന്ന് പറയുമ്പോൾ ഈ ചെറിയ ചാപത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണാണ്. അപ്പം വലിയ ചാപത്തിൻ്റെ കേന്ദ്രകോൺ എയും ബിയും കൂടി ഉണ്ടാക്കുന്ന കോൺ 220. നമുക്ക് ഈ എ ബിയുടെ ഈ അകത്തെ കോണാണ് വേണ്ടത്, അത് 140. അപ്പം 140ൻ്റെ പകുതി 70 അല്ലേ? 140 അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. ഇങ്ങനെ വന്നു. ഇത് എ ബി, ഇതാണ് എ ബി, ഇതാണ് കേന്ദ്രം. അപ്പോൾ ഈ കോൺ എത്രയാണ്? 140. അപ്പോൾ ഈ എ ബിയുടെ നാൾ 2r സൈൻ 70. അപ്പം ഇങ്ങനെ കണക്ക് തരുമ്പോൾ 90ൽ കൂടുതലാണെങ്കിൽ അതിനെ 180ൽ നിന്ന് 90ൽ കൂടുതലായ കോൺ കുറച്ച് അതിൻ്റെ സൈൻ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായല്ലോ. അപ്പം നമ്മൾ 3ഉം 90ൽ കുറവാണെങ്കിൽ ഉള്ള കാര്യം പഠിച്ചു, അതാണ് കേസ് 1. പിന്നെ ഒരു കോണ് 90ൽ കൂടുതലാണെങ്കിൽ, ഇപ്പോൾ ഈ 110ന് പകരം 130 അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? എ ബി സമ എന്ത് വരും? 2r സൈൻ, പടമൊന്നും വരച്ച് നോക്കണ്ട, 180ൽ നിന്ന് 130 കുറയ്ക്കുക. എത്രയാണ്? 2r സൈൻ 50. സൈൻ 50ൻ്റെ വില നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, അത് നോക്കി അങ്ങോട്ട് ചെയ്താൽ മതി. ഇനി ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിലോ, ഇതുപോലത്തെ കോണാണെങ്കിലോ, 40, 50, 90. അപ്പോൾ ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിൽ എങ്ങനെയുള്ള കോണാണ്? അർദ്ധവൃത്തത്തിലെ കോണല്ലേ മട്ട കോണാകുന്നത്. ഇങ്ങനെ വരികയല്ലേ. ഇത് 90 ഡിഗ്രി. ഇതെത്ര ഡിഗ്രി വരും? ഇത് 40 ഡിഗ്രി. ഇതെത്ര വരും? 50 ഡിഗ്രി. ഇതാണ് എ ബി സി. അപ്പം നമുക്ക് എ ബി എങ്ങനെ കണ്ടുപിടിക്കാം? വശങ്ങൾ എങ്ങനെ? 90 ഡിഗ്രി ആണെങ്കിൽ വശം എങ്ങനെ കണ്ടുപിടിക്കും? എ ബി, ഇത് എ ബി എന്ന് പറഞ്ഞാൽ ഈ മട്ടത്രികോണത്തിൻ്റെ എന്താണ്? കർണം തന്നെയല്ലേ? മട്ടത്രികോണത്തിൻ്റെ കർണമാണ്. അപ്പം പിന്നെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ച്? എ ബി സമം എങ്ങനെയായിരുന്നു? 2r സൈൻ എ ബി സമം 2r സൈൻ സീനല്ലേ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ ഈ പിന്നെ എ ബി എന്ന് പറയുന്ന വശവും പരിവൃത്ത വ്യാസവും ഒന്ന് തന്നെയാണ്. അപ്പോൾ എ ബിയും ആ പരിവൃത്ത വ്യാസം 2rഉം എന്താണ്? ഒന്ന് തന്നെയാണ്. 2r സൈൻ 90. സൈൻ 90 എന്ന് പറഞ്ഞാൽ എത്ര? സൈൻ 90ൻ്റെ വില 1.
അപ്പോൾ എ ബി സമം എന്ത് വരും? എ ബി സമം 2r എന്ന് വരും. എ ബി സമം 2r. അപ്പോൾ 3 കേസും നമ്മൾ പഠിച്ചു. 3 കോണുകളും 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും, പിന്നെ ഒരു കോണെങ്കിലും 90ൽ കൂടുതലാണെങ്കിൽ, പിന്നെ 90 ആണെങ്കിലും എങ്ങനെ, 90 ആണെങ്കിൽ പരിവൃത്ത വ്യാസവും എതിർവശവും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇപ്പം പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം അതിൻ്റെ കോണുകളുടെ സൈൻ അളവുകളെ പരിവൃത്ത വ്യാസം കൊണ്ട് ഗുണിച്ചതാണ്. ഏതെങ്കിലും കോൺ മട്ടത്തിനേക്കാൾ വലുതാണെങ്കിൽ അതിൻ്റെ അനുപൂരക കോണിൻ്റെ സൈൻ എടുക്കണം. ഒരു കോൺ മട്ടമാണെങ്കിൽ അതിൻ്റെ എതിർവശം എന്ത് തന്നെയാണ്? പരിവൃത്ത വ്യാസം തന്നെയാണ്. അതായത് ഇപ്പം പഠിച്ച കാര്യം നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം. ഈ ബി സിയുടെ നീളം കണ്ടുപിടിക്കണമെങ്കിൽ ബി സി സമം 2r സൈൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എ, 2r സൈൻ എ. അപ്പോൾ എ സി സമം 2r സൈൻ ബി. 2r എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞാൽ വ്യാസമല്ലേ, പരിവൃത്ത വ്യാസമാണ്. എ സി സമം 2r സൈൻ ബി. പിന്നെ എ ബി സമം 2r സൈൻ സി. അത്രയും കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഏതെങ്കിലും കോൺ 90ൽ കൂടുതലാണ്. ഇപ്പം 110 ഡിഗ്രി. ഇപ്പോൾ ഏതെങ്കിലും കോൺ ബി 110 ഡിഗ്രിയാണ്. ഇവിടുത്തെ കോൺ ബി 110 ഡിഗ്രി. അപ്പോൾ എ സി കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും? എ സി സമം 2r സൈൻ ബി അല്ലേ. അപ്പം 110 ആവുമ്പോൾ 180 മൈനസ് 110, അതിനാണ് അനുപൂരക കോൺ എന്ന് പറയുന്നത്. 2r സൈൻ 70 കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിൽ എന്താണ്? എതിർവശവും പരിവൃത്ത വ്യാസവും ഒന്ന് തന്നെയാണ്. അപ്പം നമ്മുടെ സൂത്രവാക്യം എങ്ങനെ വരും? ഇവിടെ ഒരു കോൺ 90 ഡിഗ്രിയാണ്. അപ്പോൾ എ ബി കണ്ടുപിടിക്കണം. എ ബി സമം എന്താണ്? 2r സൈൻ സി അല്ലേ. അതായത് എ ബി സമം 2r സൈൻ സി എത്രയാണ്? 90. എ ബിക്കെതിരെയുള്ള കോണ് സൈൻ 90 1ആണ്. അപ്പോൾ എ ബി സമം 2r എന്ന് പറഞ്ഞാൽ വ്യാസമല്ലേ അല്ലേ. ത്രികോണം ചുറ്റുമുള്ളതുകൊണ്ട് പരിവൃത്ത വ്യാസവും വശവും ഒന്ന് തന്നെയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ വശങ്ങൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ. ബി സി ഇവിടെ എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? 2r സൈൻ 30 അല്ലേ. ഇവിടെ 60 ആണ്. അപ്പം ബി സി സമം 2r സൈൻ 30 എന്ന് കിട്ടിയായിരുന്നു. ഇവിടെ എ സി സമം എന്താണ് കിട്ടിയത്? 2r സൈൻ 40. എ ബി സമമാണ് നമുക്ക് എന്ത് കിട്ടിയത്? 2r സൈൻ 70 കിട്ടിയത്. എങ്ങനെയായിരുന്നു? ഇവിടെ 30 ആണ്. ഇപ്പം നമുക്ക് കേന്ദ്രകോൺ അറിയാം. പിന്നെ കേന്ദ്രകോൺ ഇല്ലാതെ തന്നെ നമുക്ക് പിന്നെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാം. അതായത് ബി സി അല്ലേ. ബി സി ആണെങ്കിൽ 2r സൈൻ എ. അപ്പം 2r സൈൻ 30 ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ പിന്നെ എ സി സമം 2r സൈൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 40. അപ്പോൾ എ ബി സമം 2r സൈൻ 110 110. അപ്പം 190ൽ കൂടുതലാണെങ്കിൽ 180ൽ നിന്ന് 110 കുറച്ച് എഴുതണം എന്നല്ലേ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ പടം ഒന്നും വരയ്ക്കാതെ തന്നെ ഇനി നമുക്ക് വശങ്ങളുടെ അംശബന്ധം എഴുതാം. എ ബി സമം എങ്ങനെ എഴുതാം? അംശബന്ധം എങ്ങനെ എഴുതാം? എ ബി ആണ് ആദ്യം എഴുതുന്നതെങ്കിൽ എ ബി സമം 2r സൈൻ 110 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. എ ബി സമം 2r സൈൻ 70 അല്ലേ. എങ്ങനെയാണ് 70 കിട്ടിയത്? 180ൽ നിന്ന് 110 കുറച്ചു. അതെങ്ങനെയാണ് 70 വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതാണ് കേന്ദ്രം എ ബി. ഇവിടെ ഒരു ബിന്ദുവിലെ കോൺ 110 ആണെങ്കിൽ ഈ റോസ് കളറിൻ്റെ മുഴുവൻ ചാപത്തിൻ്റെയും കേന്ദ്രകോൺ ഇവിടുത്തെ കോണാണ് 220 വരുന്നത്. അപ്പോൾ ഇത് 140. അപ്പം കേന്ദ്രകോണിൻ്റെ പകുതി അല്ലേ. അപ്പോൾ
ഇത് എവിടെ വരും? ഇവിടെയാണ് 70 വരുന്നത്. അങ്ങനെയാണ് 2r70. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. ഇനി നമ്മളോട് വശങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ പടം നോക്കി എഴുതാം. AB = 2r sin 90 കൂടുതലായതുകൊണ്ട് 180 - 110 70. AC പറഞ്ഞോ 2r sin അതിൻ്റെ എതിരെയുള്ള കോൺ 40. പിന്നെ BC = 2r sin 30. അപ്പോൾ ഇതിൻ്റെ വശങ്ങളുടെ അംശബന്ധം എങ്ങനെ? വശങ്ങളുടെ അംശബന്ധം നമുക്ക് എങ്ങനെ എഴുതാം? 2r sin 70 = 2r sin 40 = 2r sin 30 അല്ലേ? അപ്പോൾ ഇവിടെ ഏതൊക്കെ വെട്ടിപ്പോവും? 2rഉം 2rഉം വെട്ടിപ്പോയി. sin 70 = sin 40 = sin 30. അതാണ് 90 ഡിഗ്രി. ഏതിൻ്റെയാണ് നമ്മൾ അംശബന്ധം? ഇതിൻ്റെ ഒരു കോൺ, സെക്കൻഡ് കേസിൽ ഒരു കോൺ 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ. ഇനി പിന്നെ ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിൽ വശങ്ങൾ എങ്ങനെ വരും? ഇവിടെ AB എന്താണ് വന്നത്? 2r sin 90. sin 90 ഒന്നാണെന്ന് പറഞ്ഞല്ലോ. AB = 2r. പിന്നെ AC എന്തോ ആണ്? 2r sin അതിനെതിരെയുള്ള കോൺ 50. ഇനി BC = 2r sin 40. അപ്പോൾ 3 വശങ്ങളും കിട്ടിയില്ലേ? വശങ്ങളുടെ അംശബന്ധം എഴുതാമല്ലോ. AB AC എന്താണ്? 2r sin 50 = 2r sin 40. ഇവിടെ ഏതൊക്കെ വെട്ടിപ്പോവും? എല്ലാ സ്ഥലത്തു നിന്നും 2r ക്യാൻസലാവും. ഇവിടെ 2rൽ നിന്ന് 2r വെട്ടിപ്പോയാൽ എന്ത് വരും? 1 sin 50 sin 40. ഇതും കൂടി ഓർത്തിരിക്കണം. 1 sin 50 sin 40. ആ 2 വശങ്ങളുടെ അംശബന്ധം കണക്ക് പറഞ്ഞപ്പം പറയാൻ വിട്ടുപോയായിരുന്നു.